എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചില ആളുകൾ എവിടെയായാലും അവസരങ്ങൾ കണ്ടെത്തുന്നു, പക്ഷേ നമ്മൾ അതേ സ്ഥലത്ത് നിന്നിട്ടും ഒന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ചാൻസ് കിട്ടുന്നില്ല. പക്ഷെ സത്യം എന്താണെന്നറിയാമോ? ഓപ്പർച്യൂണിറ്റീസ് ചില ആളുകൾക്ക് മാത്രം വരുന്ന ഒന്നല്ല, അത് ചില ആളുകൾക്ക് മാത്രം കാണാൻ കഴിയുന്ന ഒന്നാണ്. ഇത് കേൾക്കുമ്പോൾ ചെറിയ മോട്ടിവേഷൻ ഡയലോഗ് പോലെ തോന്നാം, പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു സ്ട്രോങ് സൈക്കോളജി ഉണ്ട്. ഇന്ന് ഞാൻ അതാണ് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ബ്രെയിൻ എക്സ്പ്ലനേഷൻ. നിങ്ങളൊരു കാർ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് കരുതുക, ഒരു സ്പെസിഫിക് മോഡൽ. അതിനു മുൻപ് ആ കാർ റോഡിലുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാലും അതേ കാറാണ് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഒരു നിമിഷം ആലോചിച്ച് നോക്കിക്കേ. കാർ സഡൻലി ഇൻക്രീസ് ആയതാണോ? അല്ല, നിങ്ങളുടെ ശ്രദ്ധ, അതായത് അറ്റൻഷൻ മാറിയതാണ്. നിങ്ങളുടെ ബ്രെയിൻ ഇപ്പോൾ ആ കാറിനെ ഇമ്പോർട്ടൻ്റായി മാർക്ക് ചെയ്തു. അതുകൊണ്ട് തന്നെ അത് എല്ലായിടത്തും ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇതിനെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ബ്രെയിനിൽ ഒരു സിസ്റ്റം ഉണ്ട്. അതിനെ സയൻസിൽ പറയുന്നത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്നാണ്. പേര് വലുതാണെങ്കിലും കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. നമ്മൾ ഓരോ ദിവസവും ആയിരക്കണക്കിന് കാര്യങ്ങൾ കാണുന്നു, പക്ഷേ എല്ലാം ബ്രെയിൻ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ബ്രെയിൻ എന്തു ചെയ്യുന്നു എന്ന് വെച്ചാൽ, ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഫിൽട്ടർ ചെയ്ത് നമ്മൾക്ക് കാണിക്കും. അത് നമ്മൾ എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു? നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്, നമ്മൾ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്, ഇവയുടെ അടിസ്ഥാനത്തിലാണ് അവ ഡിസൈഡ് ചെയ്യുന്നത്. കുറച്ചുകൂടി ലൈഫ് എക്സാമ്പിൾ പറഞ്ഞു തരാം. കാറിൻ്റെ കാര്യം മാത്രമല്ല, നിങ്ങളിപ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് പെട്ടെന്ന് നടക്കുക? എല്ലായിടത്തും കൺസ്ട്രക്ഷൻസ്, ഹാർഡ്വെയർ ഷോപ്സ്, വീടുകൾ പണിയുന്ന ആളുകൾ, ഇവയൊക്കെ നിങ്ങൾക്ക് കാണാൻ തുടങ്ങും നിങ്ങൾ എവിടെ പോയാലും. അതുപോലെ നിങ്ങൾ ജോബ് അന്വേഷിക്കുകയാണെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ആളുകളുടെ കരിയർ ഡിസ്കഷൻസ്, ഇവയാണ് കൂടുതൽ ശ്രദ്ധയിൽ വരുന്നത്. ഇത് കോഇൻസിഡൻസ് അല്ല, ഇത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഫിൽട്ടറിംഗ് ആണ്, അതായത് നെഗറ്റീവ് ലൂപ്പ്. ഇപ്പോൾ പ്രോബ്ലം എവിടെയാണ് വരുന്നത്? ഒരാൾ ഡെയിലി ഇങ്ങനെ ചിന്തിക്കുന്നു, എനിക്ക് അവസരങ്ങളില്ല, എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും? ആ ബിലീഫ് ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ എവിഡൻസ് സെർച്ച് ചെയ്യും. അവൻ കാണുന്നത് എന്താണെന്നോ? മറ്റുള്ളവരുടെ പ്രോബ്ലംസ്, ഫെയിലിയേഴ്സ്, നെഗറ്റീവ് സിറ്റുവേഷൻസ്. അവൻ പതിയെ പതിയെ അത് ബിലീവ് ചെയ്തു തുടങ്ങും. ലൈഫ് എന്ന് പറയുന്നത് അൺഫെയർ ആണ്. പക്ഷേ റിയാലിറ്റി എന്താണെന്നോ? ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളത് കണ്ടില്ല എന്നതാണ് കാര്യം. ഇവിടെ ഞാനൊരു ചെറിയ കഥ പറയാം. ബുദ്ധൻ്റെ കാലത്ത് ഒരാളുണ്ടായിരുന്നു. അവൻ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും, എൻ്റെ ജീവിതം ഫുള്ള് പ്രശ്നങ്ങളാണ്, എനിക്ക് ഒരിക്കലും സന്തോഷം കിട്ടുന്നില്ല. അവൻ ബുദ്ധനെ സമീപിച്ചു. എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം പ്രശ്നങ്ങൾ? ബുദ്ധൻ ഒരു ചെറിയ എക്സ്പെരിമെൻ്റ് ചെയ്തു. അവനോട് പറഞ്ഞു, നീ നാളെ മുതൽ ഒരു ദിവസം മുഴുവൻ ചുറ്റും നടക്കുക. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, നീ എവിടെ പോയാലും ചുവപ്പ് നിറമുള്ള വസ്തുക്കൾ മാത്രം ശ്രദ്ധിക്കുക. അവൻ അതുപോലെ തന്നെ ചെയ്തു. അടുത്ത ദിവസം വന്നു പറഞ്ഞു, എവിടെയും ചുവപ്പ് മാത്രമാണ് കണ്ടത്, മറ്റൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ ബുദ്ധൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നീ മനസ്സിലാക്കിയോ? നീ എന്താണ് അന്വേഷിക്കുന്നത് അതാണ് നീ കാണുന്നത്. നീ പ്രശ്നങ്ങൾ അന്വേഷിച്ചാൽ നിനക്ക് പ്രശ്നങ്ങൾ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. നീ സന്തോഷം അന്വേഷിക്കുകയാണെങ്കിൽ നിനക്ക് സന്തോഷം കാണാൻ തുടങ്ങും. അവനപ്പോൾ റിയലൈസ് ചെയ്തു, തൻ്റെ ജീവിതം മാറേണ്ടത് പുറത്തല്ല, തൻ്റെ മൈൻഡാണ് മാറേണ്ടത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ, ഞാൻ എന്തിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്? പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ അവസരങ്ങളാണോ? ഞാൻ ദിവസവും എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ എന്താണ് വിശ്വസിക്കുന്നത്? കാരണം നിങ്ങളുടെ ബ്രെയിൻ സെർച്ച് ചെയ്യുന്നത് അതാണ് നിങ്ങൾക്ക് ലൈഫായി മാറുന്നത്. ഇപ്പോൾ ഇതിനെ ചേഞ്ച് ചെയ്യാൻ എന്ത് ചെയ്യാൻ സാധിക്കും? ഒന്നാമതായി നിങ്ങൾക്ക് അവയർനെസ് എന്നതാണ്. നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമതായി ഷിഫ്റ്റ്, അതായത് പ്രോബ്ലം പോസിബിലിറ്റിയായി മാറ്റുക. മൂന്നാമതായി എക്സ്പോഷർ, അതായത് പുതിയ ആളുകളുമായും പുതിയ ഐഡിയാസായും നിങ്ങൾ മുന്നോട്ട് പോവുക. നാലാമതായി ആക്ഷൻ, ഒരു ചെറിയ സ്റ്റെപ്സ് എങ്കിലും നിങ്ങൾ എടുക്കണം. ചിന്തകൾ കൊണ്ട് മാത്രം മതിയാവില്ല, ആക്ഷൻ വേണം. നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പുതിയ അവസരങ്ങൾ വേണ്ട, പുതിയ കണ്ണുകൾ മാത്രം മതി. ഓപ്പർച്യൂണിറ്റീസ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ അത് കാണാൻ പഠിച്ചവർക്ക് മാത്രം അത് റിയലാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് മാറ്റുക, നിങ്ങളുടെ ബിലീഫ് മാറ്റുക. നിങ്ങളുടെ ലൈഫ് തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.